കോഴിക്കോട് നിന്ന് ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാനാവാതെ ടി.വി.കെ 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്ന് ഗവർണർ ഉറച്ചു നിന്നതോടെ ഇന്ന് നിശ്ചയിച്ചിരുന്ന സത്യപ്രതിജ്ഞ വഴിമുട്ടി. വി.സി.കെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് വൈകുന്നതാണ് ടി.വി.കെയെ പ്രതിസന്ധിയിലാക്കിയത്. വി.സി.കെ അധ്യക്ഷൻ തിരുമാവളവന്റെ വാർത്താസമ്മേളനം ഉടൻ നടക്കും. വി.സി.കെ പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. അതിനിടയ്ക്ക് ടി.വി.കെക്ക് പിന്തുണ നൽകിയിട്ടില്ലെന്ന വാദവുമായി എം.എം.കെ എം.എൽ.എ കാമരാജ് രംഗത്തെത്തി. വ്യാജരേഖ തയ്യാറാക്കിയതിന് വിജയ്ക്കെതിരെ അന്വേഷണം വേണമെന്ന് ടി.വി. ദിനകരൻ ആവശ്യപ്പെട്ടു. എന്നാൽ കാമരാജ് പിന്തുണക്കത്ത് എഴുതി നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് വാദത്തെ പ്രതിരോധിക്കുകയാണ് ടി.വി.കെ. സർക്കാർ രൂപീകരണം നീളുന്നതിനിടെ എം.എൽ.എമാരെ ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് സുജിത് ചന്ദ്രൻ ചേരുന്നുണ്ട്. സുജിത്ത്, ഇന്നലെ വൈകിട്ട് ഞങ്ങൾ വിചാരിച്ചത് കേരളത്തിൽ ഇതുവരെ തീരുമാനമാവുന്നില്ല, തമിഴ്നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തീരുമാനമായല്ലോ എന്നതായിരുന്നു. പക്ഷേ അവിടെയും ഇപ്പോഴും ഈ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. എന്തായാലും വിടുതലൈ ചിറുത്തൈക്കൽ കക്ഷി ഇന്ന് ഒരു തീരുമാനം പ്രഖ്യാപിക്കുമോ? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഇന്നലെ അർദ്ധരാത്രി നടന്ന പാതിരാ രാഷ്ട്രീയ നാടകങ്ങൾ ഒരു തമിഴ് സിനിമയുടെ, ഒരു തട്ടുപൊളിപ്പൻ തമിഴ് സിനിമയുടെ ക്ലൈമാക്സിനെ വെല്ലുന്ന തരത്തിലുള്ള ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. ഇന്നലെ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് ടി.വി.കെ നേതൃത്വം നമ്മളെ അറിയിച്ചത്. മാത്രമല്ല, ഇന്ന് 11:30 ഇവിടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ചെല്ലാൻ നേതാക്കൾ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം രാത്രിയോടെയാണ് ഇതിൽ വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. 118 പേരുടെ പിന്തുണ കിട്ടിയിട്ടില്ല എന്ന് ഗവർണർ അറിയിക്കുകയുണ്ടായി. 118 പേരുടെയും പിന്തുണ ഇല്ലാതെ സർക്കാർ രൂപീകരണത്തിന് വേണ്ടി ക്ഷണിക്കില്ല എന്നും പറഞ്ഞു വിജയിനെ. അതിനുശേഷം ഇന്നലെ CPI-CPIM ഓഫീസിലായിരുന്നു മുഴുവൻ മാധ്യമങ്ങളും കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ ഇന്നിതാ ടി.വി.കെ ഓഫീസിലേക്ക് അത് മാറുകയാണ്. ഇതിനിടയിലുണ്ടായ ഒരു ആന്റി ക്ലൈമാക്സ്. എം.എം.കെയുടെ എം.എൽ.എ കാമരാജ് പിന്തുണക്കത്ത് നൽകിയിട്ടില്ല. വിജയ് അങ്ങനെ ഒരു പിന്തുണക്കത്ത് ഇന്നലെ ഹാജരാക്കിയിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു പിന്തുണക്കത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. വ്യാജമാണെന്ന് ടി.വി. ദിനകരൻ ഇന്നലെ രാത്രി ഗവർണറെ കണ്ട് ആവശ്യപ്പെട്ടു. മാത്രമല്ല, വിജയ്ക്കെതിരെ അന്വേഷണം വേണമെന്നും പറയുന്നു. ഇതിന്റെ ഒരു പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പോലീസ് കേസ് ഉണ്ടാക്കുക, അതുവഴി 10-ാം തീയതി വരെയെങ്കിലും ഇത് നീട്ടിവെക്കുക. ഈ ഒരു ആംബിഗ്വിറ്റി, ഈ ഒരു സംശയകരമായ അല്ലെങ്കിൽ സന്ദേഹത്തിന്റെ സാഹചര്യം നീട്ടിവെക്കുക. 10-ാം തീയതിക്കകം ഇത് ശരിയായില്ലെങ്കിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കാനായില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ് ഗവർണർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എനിക്കൊന്നും ഇപ്പോൾ തിരുമാവളവൻ പുറത്ത് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനം ഏതായാലും നിർണായകമാകും. 2 സീറ്റുകളാണ് അദ്ദേഹത്തിന് ഉള്ളത്. വന്നി അരസ്, അതേപോലെ ജ്യോതിമണി, ഈ 2 എം.എൽ.എമാരുമായി എത്തി അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുമെന്നാണ് അറിയിക്കുന്നത്. ഇതിലും ഒരു തമാശയുണ്ട്. ഇവരുടെ പിന്തുണ വിജയ് തേടിയത് വാട്സാപ്പ് വഴിയാണ്. ഇന്നലെ പിന്തുണക്കത്ത് അയച്ചു കൊടുത്തത് ഇമെയിൽ വഴിയാണ്. വാട്സാപ്പ് വഴി പിന്തുണ തേടിയെങ്കിൽ ഇമെയിൽ വഴി പിന്തുണക്കത്ത് എന്നൊരു മധുര പ്രതികാരമാണോ വി.സി.കെ ചെയ്തത് എന്ന് സംശയിക്കുന്ന ആളുകളുമുണ്ട്. മാത്രമല്ല, CPI-യുടെയും CPI-യുടെയും ഓഫീസുകളിൽ വിജയ് ഇന്നലെ എത്തി നന്ദി പ്രകാശിപ്പിച്ചിരുന്നു. എന്നാൽ വി.സി.കെയുടെ ഓഫീസിലേക്ക് അത്തരത്തിലല്ല വന്നത്. ഇങ്ങോട്ട് വന്ന് പിന്തുണ കൊടുക്കുക എന്നൊരു രൂപത്തിൽ, അത്തരത്തിൽ പാർട്ടിയുടെ ഒരു അന്തസ്, അഭിമാനം അതൊക്കെ പണയം വയ്ക്കുകയാണോ എന്ന് പ്രവർത്തകർക്കിടയിൽ വലിയ തർക്കമുണ്ടായിരുന്നു. അതവർ പലരും ട്വിറ്ററിലൂടെയൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എളുപ്പത്തിൽ അങ്ങ് പിന്തുണയും കൊണ്ട് പോകണ്ട, കുറച്ച് കഷ്ടപ്പെട്ടാലേ പിന്തുണ കിട്ടൂ എന്ന തരത്തിൽ ആണോ തിരുമാവളവൻ ഇടപെടുന്നതെന്ന് പോലും സംശയമുണ്ട്. അതല്ല, ഇതൊരു സ്റ്റാലിന്റെ പ്ലാനാണ്, കുറച്ച് നീട്ടിവെക്കാൻ ഉള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നു എന്ന തരത്തിലും വ്യാഖ്യാനങ്ങളുണ്ട്. ഏതായാലും ഇന്ന് തിരുമാവളവൻ വന്ന ആ 2 എം.എൽ.എമാരുടെ പിന്തുണ കൂടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4ാമതൊരിക്കൽ കൂടി വിജയ് പോയി ചിലപ്പോൾ ഗവർണറെ കണ്ടേക്കാം, അദ്ദേഹം അനുമതി നൽകിയേക്കാം. പക്ഷേ അപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉടക്കിനാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ശ്രമിക്കുന്നതെങ്കിൽ അത് പ്രതിരോധിക്കാൻ വേണ്ടി ഈ ലീഗൽ വിങ്ങിനെ ശക്തമാക്കി നിർത്തുന്നുമുണ്ട് വിജയ്. ലീഗൽ വിങ്ങുമായിട്ട് അദ്ദേഹം ഇപ്പോഴും കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത്. കോൺഗ്രസിന്റെ കാര്യമാണ് ഇതിൽ രസം. കോൺഗ്രസ് 5 എം.എൽ.എമാരെ ഇന്നലെ രാത്രി ഹൈദരാബാദിലേക്ക് മാറ്റി, അതിനുശേഷം ബംഗളൂരുവിലേക്ക് മാറ്റി. അതേസമയം അണ്ണാ-DMK എം.എൽ.എമാർ പോണ്ടിച്ചേരിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ എല്ലാവരെയും ഇപ്പോൾ ചെന്നൈയിൽ എത്തിച്ചിട്ടുണ്ട്. EPS-ന്റെ മുമ്പിൽ അവരെ ഇപ്പോൾ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഈ സമയത്ത് EPS-ന് അണ്ണാ-DMK എം.എൽ.എമാർ അവിടെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത്യന്തം നാടകീയമായ നിമിഷങ്ങളിലൂടെ തമിഴ്നാട് രാഷ്ട്രീയം കടന്നുപോകുന്നു. ഹർഷൻ, എന്തായാലും ഈ വി.സി.കെയുടെ പിന്തുണ ഉപാധികളോടെ ആയിരിക്കുമെന്നുള്ള വാർത്ത ഇന്നലെ വന്നിരുന്നു. CPM-ഉം CPI-യും ഒക്കെ നിരുപാധിക പിന്തുണ നൽകുമ്പോൾ കോൺഗ്രസിനും വി.സി.കെയ്ക്കും ചില ഉപാധികളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? ഒപ്പം മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്താണ്?
ഇത് മൂന്നും ഓരോന്നായി പറയാം. ആദ്യം വി സി കെയുടെ കാര്യം പറഞ്ഞാൽ വി സിക്ക് ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഇന്നിപ്പോൾ ആവശ്യപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ യു പി എ ഇടത് ഏകോപന സമിതിയൊക്കെ ഉണ്ടായിരുന്ന യു പി എ സർക്കാരിന്റെ കാലത്തേതുപോലെ വി സിക്ക് ഒരു കോമൺ മിനിമം പ്രോഗ്രാം ആവശ്യപ്പെടും എന്ന് ഇവിടെ നിൽക്കുന്ന പ്രവർത്തകരിൽ സീനിയറായിട്ടുള്ള ചിലർ നമ്മളോട് പറയുന്നുണ്ട്. അതിന് പെരുമാവളവൻ തന്നെ വന്നിട്ട് വേണം വ്യക്തമാക്കാനായിട്ട്. അതായത് ഭരണത്തിലെ പങ്കാളിത്തവും അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് അറിയുന്നത്. 2 MLA മാർ മാത്രമേ ഉള്ളെങ്കിൽ കൂടി ഉപമുഖ്യമന്ത്രി സ്ഥാനം പെരുമാവളവൻ ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കും. ഏതായാലും അദ്ദേഹം അതിപ്പോൾ വ്യക്തമാക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിജയ് ഉപേക്ഷിക്കാനിരിക്കുന്ന ട്രിച്ചി ഈസ്റ്റ് സീറ്റിൽ പെരുമാവളവൻ നിന്ന് ജയിക്കുക എന്നാണ് പ്ലാനെന്നും അറിയുന്നു. കോൺഗ്രസ് നേരത്തെ തന്നെ 3ലേറെ മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏതാണ്ട് ഉറപ്പ് കിട്ടിയപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദ്യം തന്നെ മുന്നണിയോട് ആലോചിക്കാതെ ചാടിപ്പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. 5 മന്ത്രിസ്ഥാനം വരെ ആദ്യം ചോദിച്ചിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. CPM-ഉം CPI-യും ഉപാധിരഹിത പിന്തുണയാണ് കൊടുത്തത്. അവർ ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഇങ്ങോട്ട് CPM CPI ഇതിലൊരു കക്ഷിക്ക് തൊഴിൽ മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് നിർമ്മൽ കുമാർ വഴി വിജയ് സന്ദേശം നൽകിയിരുന്നു. മറ്റൊരു കക്ഷിക്ക് ക്യാബിനറ്റിന് തത്തുല്യമായ സ്ഥാനം കൊടുക്കാമെന്നും ഇത് രണ്ടും വേണ്ട എന്ന് CPM-ഉം CPI-യും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ഡിമാൻഡ് മതേതര ജനാധിപത്യ കക്ഷികൾക്കൊപ്പം ഉറച്ചു നിൽക്കണം. അതുവരെയാണ് പിന്തുണ. ഒപ്പം കേന്ദ്രത്തിനെതിരായിട്ടുള്ള, അതായത് സംസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരെ ഫെഡറൽ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലൊപ്പം ചേരണം. ഈ 2 ഡിമാൻഡുകളാണ് CPM CPI കക്ഷികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ ഡിമാൻഡ് ഇതുവരെ അവരൊരു ഡിമാൻഡായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ പിന്തുണ തന്നെ രസകരമാണ്. അവർ കൊടുത്ത പിന്തുണ ഇന്നലെ ഒരു വാർത്താക്കുറിപ്പിന്റെ രൂപത്തിലാണ് വന്നത്. ഗവർണർക്ക് പിന്തുണ കത്തായിട്ട് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പിന്തുണ കിട്ടിയിട്ടില്ല എന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞത്. വി സി കെയുടെ പിന്തുണ കിട്ടാതിരുന്നത് ഇന്നത്തേക്ക് ഈ ഡ്രാമയൊക്കെ നീട്ടാനുള്ള പെരുമാവളവന്റെ ഒരു സാഹചര്യം, ഒരു പ്ലാൻ ആയിരിക്കാം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഞങ്ങൾ കൊടുത്തത് പിന്തുണ കത്തല്ല, പിന്തുണ അറിയിപ്പാണ് എന്നും മറ്റും പറഞ്ഞ് ഒരു തരത്തിലുള്ള ഒരു വിചിത്രമായ ന്യായീകരണമാണ് അല്ലെങ്കിൽ വിശദീകരണമാണ് അവർ ഇന്നലെ പറഞ്ഞത്. ഹർഷൻ.